ഈ പുരുഷന്മാരുടെ ലോകത്തിനകത്തെ ഏറ്റവും നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പുരുഷന്മാരാണ് പത്രപ്രവർത്തകർ. ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല ഞാൻ പറയുന്നത് എല്ലാവരും നല്ല കേട്ടോ, നിങ്ങൾക്കെങ്കിലും അത് അങ്ങനെയല്ല, നിങ്ങൾക്കെങ്കിലും അത് മനസ്സിലാവണം. നമ്മളിപ്പോൾ പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നും പറയുമ്പോൾ 100% പുരുഷന്മാർ നല്ലല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ആളുകളിൽ എന്നുള്ള മട്ടിൽ വളരെ അപൂർവമായിട്ട് നമ്മൾ എക്സെപ്ഷൻസിനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ടും കുഴപ്പമില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ മിക്ക ആളുകൾക്ക് ഇത് എന്തിനാണ് ഈ പെങ്കൊച്ച് ഇങ്ങോട്ട് വന്നതെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതങ്ങനെ അല്ലാതിരുന്ന 2-3 പേരുണ്ട്. അത് ഓഫ് കോഴ്സ് അന്നത്തെ മാനേജിങ് ഡയറക്ടർ മാമൻ മാത്യു സാറ്. മാമൻ മാത്യു സാറിന് വലിയ ആഗ്രഹമായിരുന്നു അവിടെ സ്ത്രീകളുണ്ടാവണമെന്ന്. പിന്നെ അന്ന് ന്യൂസ് എഡിറ്ററായിരുന്ന ജോസ് പനച്ചിപ്പുറം, പിന്നെ തോമസ് ജേക്കബ് സാർ അന്ന് അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. അവർക്കൊക്കെ ഒരു പുതുമ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് അത് സാധ്യമായത്. പക്ഷെ മൊത്തത്തിൽ ഞാൻ ആലോചിക്കുമ്പോൾ അവർക്ക്, ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഒരു വളരെ ഒരു അസ്വാഭാവികവും ഒരു സ്ത്രീയുടെ സാന്നിധ്യം വളരെ എന്താണ് ഒട്ടും ഡിസ്കംഫർട്ടും ഒട്ടും സന്തോഷമില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അന്നൊക്കെ എനിക്ക് താമസ സൗകര്യമൊക്കെ വളരെ കുറവായിരുന്നു. അന്ന് കോട്ടയത്ത് തന്നെ പ്രത്യേകിച്ചും കർഫ്യൂ ഇല്ലാത്ത ഹോസ്റ്റലുകളില്ല. അപ്പോൾ ഈ 9:30 ഇവിടെ 9:30 വരെ നമ്മളൊരു എക്സ്റ്റൻഷൻ വാങ്ങിയിരുന്നു. 9:30 നമ്മളുടെ പോയി കഴിഞ്ഞിട്ടാണ് അവരൊന്ന് സമാധാനിക്കുന്നത്. ഓ ശല്യം പോയി എന്നുള്ള മട്ടിലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പരിശീലനം അവിടെയാണ് ലോകത്ത് ജീവിക്കാൻ. കാരണം പലതരം മനുഷ്യരെ, നമ്മളീ മനുഷ്യരെന്ന് പറയുമ്പോഴേ, മനുഷ്യരെന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് മനുഷ്യരെന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ലോകമാണ്. പക്ഷേ കുറച്ച് വളർന്നു കഴിഞ്ഞ് മുതിർന്നു കഴിഞ്ഞ് ഒരു തൊഴിലെടുക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ ആദ്യം പുരുഷൻ പിന്നെ സ്ത്രീ വരുന്നുള്ളൂ എന്നുള്ളത്. അതൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലമെടുത്തു അവരുടെയൊക്കെ മനസ്സ് നമ്മളും ഈ ലോകത്തിൻ്റെ അവകാശികളാണെന്നും ഞങ്ങൾക്കും കുറച്ച് സ്ഥലം തന്നേ തീരുമെന്നും ഒക്കെ ബോധ്യപ്പെടുത്താൻ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ രസമാണ്, പക്ഷേ അന്നത് അത്ര രസമായിട്ട് തോന്നുന്നില്ല. എന്താ മാറിയിട്ടുണ്ടോ? അല്ല എനിക്കിപ്പോൾ അറിയില്ല, നിങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്. എങ്ങനെയുണ്ട് രാജേഷിന്? എന്താ തോന്നുന്നത്, മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? അത് മാറണമെങ്കിലേ ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന, കീ ഡിസിഷൻസ് എടുക്കുന്ന, ഭരണം നടത്തുന്ന പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് മാറണം. അങ്ങനെ മാറിയിട്ടുണ്ടോയെന്ന് നിങ്ങളൊക്കെ സ്വയം ചോദിച്ച് അതിൻ്റെ ഉത്തരം എനിക്കാണ് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. എഴുത്തിൻ്റെ ലോകത്തും അന്നും പ്രശസ്തരും ടോപ്പിൽ നിൽക്കുന്നത് വലിയ വലിയ എഴുത്തുകാരാണുങ്ങൾ തന്നെയാണ് അല്ലേ? ഒരു മാധവിക്കുട്ടിയാണ് എക്സെപ്ഷൻ. സാറ ജോസഫ് ഉണ്ടായിരുന്നില്ലേ? ഗ്രേസി ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? ചന്ദ്രന ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? എന്താ അതൊക്കെ മറന്നു വന്നു? ഇതിൽ പ്രശ്നം ഇതാണ്, നമ്മൾ അന്നും ഇന്നും 10 മികച്ച ആളുകളുടെ പേരെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന 9 പേരുടെയും പുരുഷന്മാരുടെ പേരുകളായിരിക്കും. പിന്നെ നമുക്ക് തോന്നും അയ്യോ ഇതിനകത്തൊരു സ്ത്രീയെങ്കിലും വേണമല്ലോ, മോശമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു സ്ത്രീയെ അത്യാവശ്യം തട്ടിക്കൂട്ടിയെടുക്കും. ആ സ്ത്രീ ഇവർ കുഴപ്പമില്ല, ഇവർ പ്രശ്നമില്ല, മറ്റവർ അഹങ്കാരിയാണ്, അവരെ വേണ്ട അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ 10 പേരെ വിളിക്കുമ്പോൾ ചൂസ് ചെയ്യുന്നത്. അവൾ ഭയങ്കര തൻ്റെടിയാണ്, അവൾ വേണ്ട, അവൾ ഭയങ്കര പ്രശ്നക്കാരിയാണ്, അവളിപ്പോൾ അങ്ങനെ വലുതാവണ്ട എന്നൊക്കെ പറയുന്ന ഒരു മാനദണ്ഡം നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ഉൾപ്പെടുന്ന ലോകം. ഇനിഷ്യൽ ഡേയ്സിലാണ് ഈ അതെ ഇനീഷ്യൽ ഡേയ്സ് അല്ല, വിവാഹ ജീവിതത്തിൻ്റെ ഒന്ന് നോക്കണം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇൻസിഡൻ്റ് ഇതാണ്, ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വളരെ തൊട്ടടുത്ത സ്ഥലത്താണ് താമസം. കോട്ടയം അറിയാമോ? കണ്ടോ, ഈ ഇത്രയും വലിയ ജേർണലിസ്റ്റായിട്ട് കോട്ടയം അറിയില്ല എന്ന് പറഞ്ഞാൽ കോട്ടയം ലാൻഡ് ഓഫ് ലെറ്റേഴ്സായിട്ട്. സത്യം എപ്പോഴും പറയണം, സത്യം മാത്രമേ പറയാവുന്നതാണ്. അതായത് ഞങ്ങളന്ന് താമസിച്ചിരുന്നത് മനോരമ ഓഫീസിന് തൊട്ടടുത്ത്. കാരണം എനിക്കന്ന് കുട്ടിയുണ്ടായിട്ട് അധികം കാലമായിട്ടില്ല.
അപ്പോൾ എനിക്ക് ആസ്മയൊക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞിന് അടുത്ത് ഉണ്ടെങ്കിൽ ഫീഡ് ചെയ്യാനുള്ള എളുപ്പം ഉള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങളങ്ങനെ ഒരു വാടക വീടെടുത്ത് അവിടെ താമസിക്കുന്നത്. അപ്പോൾ 9:30 ആയപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 4 മണിക്ക് തുടങ്ങുന്ന പേജ് 9:30ക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. അങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. വളരെ അടുത്താണെങ്കിൽ പോലും ശരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു ഇറക്കമാണ് അന്ന് താമസിച്ചിരുന്ന വീട്ടിലേക്കുള്ളത്. എങ്കിൽ പോലും അവിടെ കുറച്ച് ഭാഗം ഒരു ഇരുട്ട് മൂടിക്കിടക്കുന്നത് കൊണ്ട് പോകാൻ വളരെ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ളൊരു ഭയമാണ്. ഉണ്ടായാൽ എന്തെന്നുള്ളതല്ല പ്രശ്നം, ഉണ്ടാകുന്നത് പോലും ഭയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോകാറുള്ളത്. പക്ഷേ അന്നത്തെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവിടെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ ലൈറ്റുണ്ട്, ഒരു വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ നടന്നു പോയേക്കാം, തൊട്ടടുത്താണല്ലോ എന്ന് വെച്ച് ഞാൻ നടന്ന് ഈ പാർക്ക് ചെയ്തിരുന്ന ഈ സാധനങ്ങൾ ഇറക്കുന്ന വണ്ടിയുടെ മുമ്പിലും എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കുറച്ച് ഇരുൾ മൂടിയ ഒരു ഇടവഴിയുടെ ഇടയ്ക്കുമായിട്ട് എന്നെ പിന്തുടർന്നു വന്ന ഒരു കാറ് വളരെ സ്ലോ ചെയ്ത് മുന്നിൽ കൊണ്ടു നിർത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ചെറിയൊരു പ്രശ്നമാണല്ലോ എന്ന് തോന്നുന്നു. കാരണം അതിന് മുമ്പിൽ ഇരുട്ടുള്ള വഴിയാണ്, അതിൻ്റെ ബാക്കിലും എൻ്റെ വശത്തും ഇരുട്ടാണ്. അപ്പം ഞാൻ ഈ കാർ ഒഴിഞ്ഞു പോകാൻ നേരം ഇതിനകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ 2-3 പേരുണ്ടതിൽ തലയിട്ട് വരുന്നോ കയറ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ആ സമയത്ത് വല്ലാതെ ക്ഷുഭിതയായി. എന്താ ഇവിടെ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഇവരങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് ധൃതിയിൽ എനിക്ക് കണ്ണൊന്നും കാണാൻ വയ്യ. ആ സമയത്താണ് നമ്മൾ പലപ്പോഴും നമ്മൾ സ്ത്രീകളെ ചോദ്യം ചെയ്യുമല്ലോ, നിങ്ങൾ എന്താണ് അവിടെ ആ മൊമെൻറ്റിൽ എന്താണ് റിയാക്ട് ചെയ്യാതിരുന്നത്, നിങ്ങൾ എന്തിനാണ് പരാതിപ്പെടാൻ ഇത്ര സമയം എടുത്തതെന്ന്. ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ തന്നെ വിഘടിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. കുറച്ച് നേരം ഈ ക്ഷോഭവും ഒരുതരം വല്ലാത്തൊരു പതർച്ചയും എല്ലാം കൂടി കുറച്ച് നേരം കഴിയണം ഇത്. അപ്പം ഞാൻ പെട്ടെന്ന് അത് ഈ ഉള്ളിൽ ഈ നമ്പർ എഴുതിയെടുക്കുക എന്നുള്ളത് ഒരു ഓർമ്മ വന്നിട്ട് ഞാൻ പെട്ടെന്ന് നമ്പർ എഴുതി. അപ്പോൾ പോകുന്ന പോക്കിൽ ഈ ജി എന്നുള്ളത് ഞാൻ 6 എന്നാണ് എഴുതിയെടുത്തത്. ആ ജി ഒക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്നെ അടിമുടി വിറയ്ക്കുകയാണ്. അപ്പോൾ ഓഫീസിലാണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വാർത്തയും വളച്ചൊടിക്കപ്പെടാം, സ്ഥാപനത്തിനെതിരെ ഉപയോഗിക്കപ്പെടാം. അപ്പോൾ അതിന് നമ്മളൊരു കാരണമാകുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിലത് അവിടെ കിടപ്പുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ വിഷമം ഇതിന് നാളെയും ആവർത്തിച്ചാലോ, എനിക്കൊരു ദിവസവും അതുവഴി നടന്നു വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ദിലീപ് അന്നെന്തോ യാത്രയിലാണ്. ദിലീപിനെ വിളിച്ചിട്ട് അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ദിലീപിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് പരാതി കൊടുക്കണം. അപ്പോൾ ദിലീപ് പറഞ്ഞു SP-യുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് തരാം, SP-യെ വിളിച്ച് നേരിട്ട് പറയാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് വിളിക്കാൻ നേരം എനിക്ക് ഭയങ്കരമായ അരക്ഷിതാവസ്ഥയായി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് നടന്നത്, ഒരു സ്ത്രീ എന്തിനാണ് രാത്രിയിൽ നടന്നതെന്നുള്ള ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സർ, എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ കഴിഞ്ഞു, അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നു, അവിടെ ആളുകളുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഡം ഞാനതൊന്നും നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങളീ പറയുന്ന സ്ഥലം കോട്ടയത്തിൻ്റെ ഹൃദയഭാഗമാണ്, അവിടെ അങ്ങനൊരു സംഭവം ഉണ്ടായിക്കൂടാ, 9:30 അല്ല 12:30 ആയാലും ഒരു സംഭവം ഉണ്ടായിക്കൂടാ. നിങ്ങൾക്ക് ഏത് സമയത്തും തനിച്ച് നടന്നു പോകുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, അതിന് കുഴപ്പം വരാതെ നോക്കുക ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് വിട്ടേക്കുക. എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തന്ന ഒരു അനുഭവമാണ്. നമുക്ക് ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്, നമ്മൾ അനുഭവിക്കാതെ പോകുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഓർമ്മ ഉണ്ടാക്കി തന്നൊരു സംഭവം കൂടെയാണ്. അതാണത് ആ കഥ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു. ഞാനത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഒരു 11:30 എന്നെ വിളിച്ചു, നിങ്ങളിങ്ങനെ SP ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നില്ലേ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ വണ്ടി
ഞങ്ങളുടെ വളരെ തലപ്പത്തുള്ള ഒരാളുടെ വീട്ടിലേക്ക് പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന പച്ചക്കറി ഹോൾസെയിൽ വ്യാപാരിയുടെ മകൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം കാൽ പിടിച്ചു. അങ്ങനെ ഇനി ആ പയ്യനെ കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കോടതിയിൽ കയറി ഇറങ്ങണ്ടേ, ലീവ് എടുത്ത് പോകണ്ടേ. അന്ന് നമ്മളുടെ അറിയാമല്ലോ, നമുക്ക് ആ തുടക്കത്തിൽ അതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അത് പരാതിയില്ലയെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അത് എസ് പിക്ക് വലിയ ദേഷ്യമായിരുന്നു, അത് പരാതി തുടർന്ന് നടപടി എടുത്തില്ല എന്നുള്ളത്. പക്ഷെ അതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു നമുക്ക് പ്രതികരിക്കുന്ന ആ ആവേശത്തോടെ നമുക്ക് കോടതിയിലേക്ക് പോവുക വലിയ പ്രയാസമാണ്. കാരണം കോടതിയിലെത്തിക്കഴിഞ്ഞാൽ കഥ മാറും. പലപ്പോഴും ഇത് വളരെ നീണ്ട പോകുന്ന സംഗതികളുണ്ടല്ലോ. ഇപ്പോൾ അതിന് ശേഷം വന്ന പല കാര്യങ്ങളിലും എനിക്കത് തോന്നിയിട്ടുണ്ട്.